ഇന്നൊരു കൂടിക്കാഴ്ചയാണ്, ഒരു അസമയത്തെ കൂടിക്കാഴ്ച. ഈ നട്ടുച്ച ഇങ്ങനെ ഒരു അസമയമാകുമെന്നൊക്കെ ചിന്തിച്ചാൽ അതൊരു കൃത്യമായ ഉത്തരം ആ കാലഘട്ടമാണ്. സാധാരണഗതിയിൽ സമരിയയിലെ സ്ത്രീകൾ, ആ നാട്ടിലെ എല്ലാ സ്ത്രീകളും അവർ അതിരാവിലെയാണ് കിണറ്റിൽ വെള്ളം കോരാൻ പോകാറുള്ളത്. അവിടെ നമ്മളെപ്പോലെ എല്ലാ വീടുകളിലും വെള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ഗ്രാമത്തിന് കോമൺ ആയിട്ടൊരു കിണറുണ്ടാവും, അവിടെ ആയിരിക്കും ഒരു വെള്ളം കോരാൻ പോകുന്നത്. അവരതിരാവിലെ എല്ലാവരും ഒരുമിച്ച് വെള്ളം കോരാൻ പോകും. അതേപോലെ കോരാൻ പോകുന്ന മറ്റൊരു സമയം വൈകുന്നേരമാണ്. ഈ രണ്ട് സമയങ്ങളിൽ സാധാരണഗതിയിൽ സ്ത്രീകൾ വെള്ളം കോരാൻ പോകാറുള്ളൂ. അങ്ങനെ വെള്ളം കോരാൻ സാധാരണഗതിയിൽ പോകുന്ന ഒരു സമയം മാറ്റി ഒരു പെൺകുട്ടി അവൾ നട്ടുച്ച സമയത്ത് വെള്ളം കോരാൻ പോയി. അതായി പിന്നീട് അസമയം. കാര്യം ആ സമയത്ത് ആരും വെള്ളം കോരാൻ പോകാറില്ല. എന്തുകൊണ്ട് അവൾ ആ സമയത്ത് പോയി എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തത ഇതിൽ തന്നെയുണ്ട്. ആരും കാണാതിരിക്കാൻ, ആരെയും കണ്ട് സംസാരിക്കാതിരിക്കാൻ. അങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പ് നിൽക്കാനുള്ള ധൈര്യം അവൾക്കില്ല. കാര്യം സമൂഹത്തിന് മുമ്പിലുള്ള മോശം പെൺകുട്ടിയാണ്. കുറേ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു, അതൊന്നും ശരിയായില്ല. ഇപ്പം നാട്ടിൽ അവളെക്കുറിച്ച് മോശം പേരാണ്. അങ്ങനെ ജീവിതത്തിൽ എങ്ങും കൂട്ടിമുട്ടിയിട്ട് ശരിയാകാത്തൊരു പെൺകുട്ടി ഇനി മനുഷ്യരുടെ മുമ്പ് നിൽക്കാൻ പോലും ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ അവൾ ഒറ്റയ്ക്കാണ് അവളുടെ ജീവിതത്തിൻ്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അസമയത്ത് ക്രിസ്തു അവിടെ എത്തുന്ന സമയത്ത് യേശു തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. അടുത്തൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്നുണ്ടാവും. അതൊന്നും വേണ്ട, ദൂരെ പോകണം. പട്ടണത്തിൽ അവരെ പറഞ്ഞു വിട്ടത്. പട്ടണത്തിൽ പറഞ്ഞു വിട്ടിട്ടാണ് യേശു ഒറ്റയ്ക്ക് അവളെ കാണാനെന്നത്. എല്ലായിടത്തും ആരെങ്കിലുമൊക്കെ കൂടെ നിർത്തുന്ന യേശു അന്ന് ആരെയും കൂടെ നിർത്തിയില്ല. ഒറ്റയ്ക്ക് അവളെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അവളെയും കാത്ത് ആ കിണറ്റിൻ്റെ വയ്ക്കിൽ അയാൾ കാത്തിരുന്നു. അവസാനം അവൾ വന്നു സംസാരിച്ചു. സംസാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ സംസാരിച്ചു തുടങ്ങിയത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളത്തെക്കുറിച്ച്, ദാഹത്തെക്കുറിച്ച്, ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നീഡിനെ കുറിച്ചാണ് യേശു ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷേ കോൺവെർസേഷൻ എൻഡ് ചെയ്യപ്പോൾ എവിടെ എത്തി? അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചല്ല എൻഡ് ചെയ്തത്, ആത്മാവിൻ്റെ ആവശ്യങ്ങളിലേക്കാണ് എൻഡ് ചെയ്തത്. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത്, ഇവൻ സാധാരണ ഒരു പുരുഷനല്ല, ഇവൻ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കുടുങ്ങിപ്പോകുന്നൊരു മനുഷ്യനല്ല. എത്ര പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, എത്രയോ മനുഷ്യർ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരാളുടെ വാക്കിൽ മാത്രം ഈ ശരീരവുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ അപ്പുറം ആത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് മനസ്സിലാക്കുന്ന ഇവനിൽ നിന്നാണ്. അങ്ങനെ അവളുടെ ഹൃദയം അവനിലേക്ക് കുടുങ്ങുകയാണ്. അങ്ങനെ ഒരു തലത്തിൽ നിന്നും ക്രിസ്തു മറ്റൊരു തലത്തിലേക്ക് അവളെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നീ ജീവിക്കേണ്ട തലം. പിന്നെന്തിനാ നീ ഇങ്ങനെ മനുഷ്യരെ മുമ്പിൽ പേടിക്കുന്നത്? അങ്ങനെ അവളെ കൈപിടിച്ച് അവൻ മറ്റുള്ളൊരു തലത്തിലേക്ക് ഉയർത്തിയതിൻ്റെ സംഭവമാണ് നമ്മളന്ന് കാണുന്നത്. ജീവിതത്തിൽ നിരവധിയായ പുരുഷന്മാരെ അവൾ ആരും കാണാതെ രഹസ്യമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ച വ്യത്യസ്തമായൊരു കൂടിക്കാഴ്ചയാണ്. എല്ലാവരും അവരവരുടെ ശരീരത്തെ അവൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ എന്നെ തന്നെ നിനക്ക് തരാം. അതിൽ ശരീരമല്ല, അതിനപ്പുറത്തേക്ക് അവനായി നൽകുന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഇങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ അവൾക്ക് നൽകുമ്പോൾ സുവിശേഷം എൻ്റെ ചെയ്യുന്ന എവിടെയാ? അവൾ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ എല്ലായിടത്തും ഓടി പട്ടണത്തിലേക്ക് ചെന്ന് പറഞ്ഞു, ഞാനേ ക്രിസ്തുവിനെ കണ്ടു. അവൻ പറഞ്ഞ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല, ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്. സുവിശേഷം തുടങ്ങുന്നിടത്ത് ആരും കാണാൻ ആഗ്രഹിക്കാതെ അസമയത്ത് വന്ന ഒരു പെൺകുട്ടി സുവിശേഷം അവസാനിക്കുന്നിടത്ത് പട്ടണത്തിലേക്ക് ചെന്ന് എല്ലാവരോടുമായി ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. ആ കുടം ഇനി അവൾക്ക് ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു മറ്റൊരു ചിന്തയാണ്. സാധാരണഗതിയിൽ മനുഷ്യർ ശരീരത്തിൽ തുടങ്ങി ശരീരത്തിൽ അവരുടെ സംഭാഷണം അവസാനിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ആത്മാവിൽ തുടങ്ങി ശരീരത്തിൽ അവരുടെ സംഭാഷണം അവസാനിക്കുന്നിടത്ത് ക്രിസ്തു മാറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൻ അവരുടെ ഭാഷയിൽ സംസാരിച്ചു. ശരീരത്തിൽ തുടങ്ങി ആത്മാവിലേക്ക് പോയി. ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കല്ല വന്നത്, ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്കുമല്ല എത്തിയത്. അതാണ് ക്രിസ്തുവിൻ്റെ ഭാഷയുടെ ഒരു പ്രത്യേകത. മനുഷ്യർ ഈ ഭൂമിയുടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യാകുലപ്പെട്ടും ആഗ്രഹങ്ങളിൽ ജീവിതം തീർക്കുകയും ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് സാധിക്കണം. ചില മനുഷ്യരൊക്കെ അവരുടെ സങ്കടങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ കുടുങ്ങി ശരീരത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അവരെ ഒരു പടി മുകളിലേക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരെ കൈപിടിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു കൂടെയുണ്ട് എന്ന് പറഞ്ഞൊരു ആശ്വാസ വാക്കിനപ്പുറത്തേക്ക് ക്രിസ്തുവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ആ കുടം അവിടെ ഉപേക്ഷിക്കും. പല മനുഷ്യരും ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ വരാൻ ഭയപ്പെടുന്നുണ്ട്. ഒരുപാട് ജീവിതത്തിൻ്റെ വീഴ്ചകൾക്കൊടുവിൽ ആരും കാണാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയടിപ്പാതയിൽ ഒറ്റയ്ക്ക് നടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരുടെയൊക്കെ മുമ്പിൽ വളരെ പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ ബിയുമായിട്ട് ഇറങ്ങാൻ നമ്മളൊക്കെ തയ്യാറായിരിക്കണം. അങ്ങനെ കാണുന്ന മീറ്റപ്പൊക്കെ ചിലപ്പോൾ അവരെ മറ്റൊരു മനുഷ്യരാക്കി മാറ്റിയേക്കും. ഇനിയും ക്രിസ്തു എത്താത്തടത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെന്നെത്തണം. അത് ഒരു പ്രണയത്തിനല്ല, പ്രണയത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. സുവിശേഷത്തിൻ്റെ സ്നേഹം പഠിപ്പിക്കാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.